മുസ്ലിങ്ങൾ ഇത് അങ്ങ് വിശ്വസിക്കുകയാണ്. എന്നാൽ ഇവരുടെ കേന്ദ്ര കഥാപാത്രങ്ങളായി അള്ളാഹു ഈ ഇബ്രാഹിം നബിയും ഒരു വിഗ്രഹമായിരുന്നു എന്നുള്ള വസ്തുത ഇവരുടെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ അള്ളാഹുവിനെ ഒഴിവാക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അള്ളാഹുവിനെ നന്നായി പ്രഹരിച്ചതാണ്. എങ്കിലും ഇപ്പോൾ ഈ ഇബ്രാഹിം നബിയെ മാത്രം നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ബക്രീദ് ദിനത്തിലും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഇബ്രാഹിമിലേക്ക് തന്നെ തിരികെയാണ്. ആരാണ് ഇബ്രാഹിം നബി? ഇബ്രാഹിം നബി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ചരിത്ര പുരുഷനല്ല. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ എങ്ങും തന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായിട്ടോ പ്രബോധനം നടത്തിയതായിട്ടോ സഞ്ചരിച്ചതായിട്ടോ ജീവിച്ചതായിട്ടോ മരിച്ചതായിട്ടോ കബറടക്കിയതായിട്ടോ ഒരു രേഖ എങ്ങും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ഈ സാങ്കല്പിക കഥാപാത്രം എന്ന് പറയുമ്പോൾ ജീവനുള്ള ഒരു ഇബ്രാഹിം നബിയെ കുറിച്ച് ഞാൻ പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരുടെ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഇബ്രാഹിം കാബ ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹ ബിംബമായിരുന്നു. ആ ബിംബത്തിൽ നിന്നാണ് ഇബ്രാഹിം നബിയെ ഇവര് രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതായത് ഒരു ബിംബം, കാബ ക്ഷേത്രത്തിലെ ബിംബം പരിണമിച്ച് ഇബ്രാഹിം നബി ആവുകയായിരുന്നു. മനസ്സിലായി? ഈ കാബ ക്ഷേത്രത്തിൽ നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നിരവധി ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൈവങ്ങൾക്കൊക്കെ തന്നെ ഇവര് ബലിയർപ്പിക്കുമായിരുന്നു. വിഗ്രഹങ്ങൾ ഒക്കെ തന്നെ അള്ളാഹു, ലാത്ത, ഉസ, മനാത്ത തുടങ്ങിയ വിഗ്രഹ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുമായിരുന്നു. അള്ളാഹു കഴിഞ്ഞ പിന്നെ കേന്ദ്ര കഥാപാത്രം ഉസയായിരുന്നു. ഈ ഉസയ്ക്ക് നരബലി നടത്തുന്ന സമ്പ്രദായം അറേബ്യയിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അബുഅല്ല മൗദൂദിയുടെ ഒരു കൃതി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു വളരെ ഫാക്റ്റായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഏകദേശം ക്രിസ്തുവർഷം ക്രിസ്തുവർഷം 500 മുതൽ 537 വരെ ഉള്ള കാലയളവിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അതായത് മുഹമ്മദ് ജനിക്കുന്നതിന് ഒരു 35 വർഷത്തിന് മുമ്പ് നടന്ന ഒരു കാര്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അന്ത്യോക്യയിലെ 40ഓളം വൈദികരെ ഈ അറബികള്, ജാഹലിയ അറബികള് ഉസ എന്ന ദേവിക്ക് ബലിയർപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കൃതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? കാര്യങ്ങൾ നോക്കട്ടോ. ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. എന്റെ പുസ്തകത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവര് ഈ പ്രാകൃത ഗോത്ര അറബി വംശങ്ങള് ഈ അള്ളാഹുവിന് മാത്രമല്ല, ഈ അള്ളാഹുവിന്റെ പെൺമക്കളായ ദേവീ ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഞാൻ പറയുന്നത് കേൾക്കാവും. ഞാനങ്ങ് പറഞ്ഞങ്ങ് പോവാ. കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഓക്കെ ആയിക്കോട്ടെ. അപ്പം മൗദൂദി പറയുന്നത് അന്ത്യോക്യയിലെ 40ഓളം പുരോഹിതന്മാരെ ഉസയ്ക്ക് വേണ്ടി നരബലി നടത്തിയിരുന്നു. ഇത് മുഹമ്മദ് ജനിക്കുന്നത് 570 AD 570 ഖുറൈശ് ഗോത്രത്തിൽ മുഹമ്മദ് ജനിക്കുന്നത്. മുഹമ്മദ് ജനിക്കുന്നതിന് 35 വർഷത്തിന് മുമ്പത്തെ കാര്യം അദ്ദേഹം ചരിത്രപരത ഉദ്ധരിച്ചുകൊണ്ട് മൗദൂദി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഈ നരബലി എന്ന് പറയുന്ന കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു, മൃഗബലി നടന്നിരുന്നു, അതുപോലെ തന്നെ മ്ലേച്ഛ ആചാരങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. അപ്പൊ ആ ക്ഷേത്രത്തിനകത്തിരുന്ന ഒരു വിഗ്രഹ ബിംബമാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ, മുഹമ്മദീയരുടെ ഇബ്രാഹിം നബി എന്ന് പറയുന്നതായ സാധനം. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി, ഈ ഇബ്രാഹിം നബി എന്നുള്ളത് ഒരു വ്യക്തിയല്ല, അതൊരു മനുഷ്യനുമല്ല, ചരിത്രപരത അതിലില്ല. ഞാൻ പറയുന്നത് മുഹമ്മദീയരുടെ ഇബ്രാഹിം നബിയെ കുറിച്ചാണ്. ബൈബിളിലെ അബ്രഹാമിനെ കുറിച്ചല്ല. അബ്രഹാമിനെ കുറിച്ചോ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം നടത്തിയതിനെ കുറിച്ചോ അബ്രഹാമിന്റെ മറ്റൊരു മകനായ ഇസ്മായിലിനെ കുറിച്ചൊന്നുമല്ല, മറിച്ച് ഈ ഇസ്ലാമിക സങ്കല്പത്തിൽ കിടക്കുന്ന ഇബ്രാഹിം നബിയെ കുറിച്ചാണ്. ഒരു ഹദീസ് ഞാൻ വായിച്ചിരുന്നില്ല. നോക്കൂ, അവിടെ പറയുന്നത് എന്താണ്? ബുഖാരി 784 ഹദീസ്. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി മക്ക വിജയവേളയിൽ, മക്ക വിജയവേള എന്ന് പറഞ്ഞാൽ ഏകദേശം ഹിജ്റ 8-ാം വർഷത്തിലാണ് മക്ക വിജയം നടക്കുന്നത്. അതായത് മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന്റെ 21-ാമത്തെ വർഷമാണ് ഈ കാബ ക്ഷേത്രം കൈയടക്കുന്നത്. അന്ന് പിടിച്ചെടുക്കുന്ന സംഭവത്തെ കുറിച്ച് പറയുകയാണ്.
വിജയവേളയിൽ കാവത്തിനടുത്ത് എന്നിട്ട് ഉള്ളിൽ കിടക്കുവാൻ വിസമ്മതിച്ചു. അത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. തിരുമേനിയുടെ കൽപ്പന അനുസരിച്ച് അനുചരന്മാർ അവയെല്ലാം പുറത്തേക്കെറിഞ്ഞു. അക്കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെയും ഇസ്മയിലിന്റെയും പ്രതിമകളും പുറത്തേക്കെടുത്തു. ആ പ്രതിമകളുടെ കൈകളിൽ പ്രശ്നം വെക്കുവാൻ ഉപയോഗിക്കുന്ന അമ്പുകൾ ഉണ്ടായിരുന്നു. പ്രാചീനകാല അറബികള് ഈ നമ്മുടെ നാട്ടിൽ കവടി നിരത്തി പ്രശ്നം വെക്കുകയല്ലേ, ഇത് അമ്പ് നിരത്തി പ്രശ്നം വെക്കുക. സൂറ ആലു ഇമ്രാൻ അത് പറയുന്നുണ്ട്, അമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. മനസ്സിലായോ? ഈ മറിയം ദേവാലയത്തിൽ വളർന്നു. അതായത് ഖുറാനിലെ മറിയത്തെ കുറിച്ച് പറയുന്നത്. ഒരു ദേവാലയത്തിൽ എവിടെയാ വളരുന്നു? പ്രായപൂർത്തിയായ മറിയത്തിന് ഭർത്താവിനെ തെരഞ്ഞെടുക്കാനായിട്ട് അമ്പുകളിട്ടാണ് തെരഞ്ഞെടുത്തതെന്ന് ഒരു പരാമർശമുണ്ട്. അപ്പൊ ഇത് ഈ അറബികൾ ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. പ്രശ്നം വയ്ക്കുവാൻ നമ്മുടെ നാട്ടിലെ കളിയാന്മാർ കവിട് നിരത്തുന്നത് പോലെ അമ്പ് വെച്ച് കാര്യങ്ങൾ പറയുന്നതായ ഒരു പ്രകൃതി അറബികൾക്കുണ്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് ബിംബങ്ങളുടെ കൈകളിൽ പ്രശ്നം വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അമ്പുകൾ ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇബ്രാഹിം നബിയുടെ ഇസ്മയിൽ നബിയുടെ എന്നല്ല പറയുന്നത്, മറിച്ച് ഇബ്രാഹിമിന്റെയും ഇസ്മയിലിന്റെയും ഇവരൊരിക്കലും ഈ ആളുകളുടെ പേര് പറയുമ്പോൾ ഒന്നി സായോ അല്ലെങ്കിൽ ആയോ റായോ ചേർക്കും, അതല്ലെങ്കിൽ നബി അല്ലെങ്കിൽ റസൂൽ എന്നൊക്കെ ചേർക്കാൻ ഇവർ പറയാറില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ഇബ്രാഹിമിന്റെയും ഇസ്മയിലിന്റെയും പ്രതിമകളും പുറത്തേക്കെടുത്തു, അതായത് അവരുടെ വിഗ്രഹങ്ങൾ പുറത്തേക്കെടുത്തു. ആ പ്രതിമകളുടെ കൈകളിൽ പ്രശ്നം വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അമ്പുകളും ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനകത്ത് നിന്ന് വലിച്ചു പുറത്തേക്ക് എടുത്തതായ ഒരു ബിംബമാണ് ഇബ്രാഹിം നബിയും ഇസ്മയിൽ നബിയും. ഈ ബിംബത്തെയാണ് മുഹമ്മദ് നിർമ്മിച്ച് പിന്നീട് ഒരു നബിയാക്കി പുറത്തു കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അറബികളെ സംബന്ധിച്ച്, മുഹമ്മദിന്റെ അനുയായികളായ ആളുകളെ സംബന്ധിച്ച് മുഹമ്മദിന് എന്തോ അപ്രമാദിത്യം ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ രൂഢമൂലമായിരുന്നു. മുഹമ്മദ് പറയുന്നതൊക്കെ തന്നെ വെള്ളം തൊടാതെ നിങ്ങൾ വിഴുങ്ങിയിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് പറഞ്ഞതായ കാര്യങ്ങളൊക്കെ തന്നെ അവർ വിശ്വസിച്ചു. അപ്പൊ ഈ വിഗ്രഹത്തെ ചോദ്യം ചെയ്യാനും ഈ വിഗ്രഹത്തിൽ നിന്നാണല്ലോ ഇബ്രാഹിം നബി ഉത്ഭവിച്ചത് എന്ന് പറയുവാനൊന്നും ഉള്ള അങ്ങനെയുള്ളതായ കഴിവോ പ്രാപ്തിയോ വിവേകമോ ഒന്നും ഈ അറബികൾക്കില്ലായിരുന്നു. ഇതുങ്ങൾക്ക് മുഹമ്മദിന്റെ കൂടെ പോകണം, യുദ്ധം ചെയ്യണം, ആക്രമിക്കണം, കൊള്ളയടിക്കണം, കിട്ടുന്ന പെണ്ണുങ്ങളെ സമ്പത്ത് കൊണ്ട് വീട്ടിലേക്ക് പോകണം, ജോലി ചെയ്യാതില്ല. മുഹമ്മദ് എന്ത് പറയുന്നു അവിടേക്ക് ഇവരെടുത്ത് ചാടി. ഈ പ്രകൃതിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദിന്റെ സഹാബത്തോട്. ഈ ഉമർ ഉൾപ്പെടെയുള്ളതായ എല്ലാ ആളുകളും അങ്ങനെ തന്നെയായിരുന്നു. കൊള്ള മുതലിൽ കണ്ണു വെച്ചുകൊണ്ട് മൗദൂദി പറയുന്നത് വെളുത്ത പെണ്ണുങ്ങളെ, സൗന്ദര്യമുള്ള വെളുത്ത പെണ്ണുങ്ങളെ കാണുമ്പോഴേ ആക്രാന്തമായിരുന്നു അറബികൾക്കെന്ന. അത് അറബികളുടെ മണ്ടക്കോട്ട് ഇതെല്ലാം കൂടെ വെക്കുക. മുഹമ്മദിന്റെ അനുചരന്മാരും അത് തന്നെയായിരുന്നു. മുഹമ്മദ് കറുത്ത അടിമകളെ വിറ്റിട്ട് വെളുത്ത അടിമകളെ വാങ്ങുന്നുണ്ട്. വെളുത്തവരോട് മുഹമ്മദിന് പ്രത്യേക താല്പര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊള്ള മുതലും യുദ്ധത്തിൽ പിടിക്കുന്ന, ആക്രമണത്തിൽ പിടിക്കുന്നതായ സുന്ദരികളായ യുവതികളും ധാരാളം സമ്പത്തും ആകർഷിക്കപ്പെട്ടതായി അറബികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന മനോഭാവർക്കില്ലായിരുന്നു. മുഹമ്മദ് എന്ത് പറയുന്നുവോ അത് വെള്ളം തൊടാതെ വിടുന്ന പ്രകൃതിയായിരുന്നു. അതുകൊണ്ട് ഈ നിങ്ങൾ പറയൂ, അല്ലെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സുഹൃത്തുക്കൾ പറയട്ടെ, ഈ ക്ഷേത്രത്തിൽ നിന്ന് ഈ ബിംബം വലിച്ചു പുറത്തെടുക്കുന്നതിന് മുമ്പ് ഇബ്രാഹിമിന്റെ ചരിത്രം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പറയൂ. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അതായത് ഈ കാബ ക്ഷേത്രത്തിനകത്തത് പ്രതിഷ്ഠിച്ചതായ ബിംബം, ഏതോ പ്രാചീന കാലത്ത് പ്രതിഷ്ഠിച്ചതായ ബിംബം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു, അള്ളാഹുവിന്റെ റസൂലായി ഇന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു, അവിടെ മരിച്ചു. പിൽക്കാലത്ത് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കി ആ ക്ഷേത്രത്തിൽ വെച്ചു എന്ന് പറയാനായിട്ട് നിങ്ങള് വേറെ ഏതെങ്കിലും ഒരു കിതാബിൽ നിന്നും, ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും വേണ്ട, താഴെയുള്ള ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് 2 വരി, 4 വരി കാണിക്കാം. അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഇബ്രാഹിമിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് നബിത്വം ഈ മുഹമ്മദ് കൊണ്ടുവരുന്നത്. ഈ ഇബ്രാഹിം നബിയെ പിൽക്കാലത്ത് മുഹമ്മദ് എടുത്ത് ഒരു നബിയാക്കി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു.
മുഹമ്മദിന്റെ ഏത് കാര്യം കിട്ടിയാലും മുഹമ്മദ് അതിനെ നന്നാക്കി എടുക്കുന്ന ഒരു പ്രകൃതി മുഹമ്മദിനുണ്ട്. ഈ ഈസ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ മുഹമ്മദിന് കിട്ടി. ആ ഈസയെ പിന്നെ മുഹമ്മദ് കാണിച്ച പരിപാടികളൊക്കെ അറിയാമല്ലോ. ഈസയെ കുറിച്ച് എന്തെല്ലാം കഥകളായി മുഹമ്മദ് ഉണ്ടാക്കിയത്. ഈസയെ ജനിപ്പിക്കുന്നതിന് അള്ളാഹു പറഞ്ഞതിനകത്ത് ഊതിയാന്ന് എഴുതി വെച്ചു. അങ്ങനെ ഈസയെ കുറിച്ച് ഒരുപാട് കഥകൾ എഴുതി വെച്ചു. അതുപോലെ ഒരു മൂസയെ കിട്ടിയപ്പോഴത്തേന് മൂസയെ കുറിച്ച് ഒരുപാട് കഥകൾ എഴുതി വെച്ചപ്പം ഏതൊരു വസ്തുവും മുഹമ്മദിലേക്ക് കിട്ടിയാൽ മുഹമ്മദ് അതിനെയൊക്കെ തന്നെ നേർമ്മിക്കുകയോ അല്ലെങ്കിൽ കഠിനവൽക്കരിക്കുകയോ ചെയ്ത് പ്രത്യേക കഥാ പുരുഷനാക്കുക എന്നത് മുഹമ്മദിന്റെ ജീവിതത്തിൽ അത് പ്രത്യേക ചര്യയായിരുന്നു. അങ്ങനെ പുറത്തു വന്നതായ ഈ ബിംബം പിൽക്കാലത്ത് ഒരു നബിയായി രൂപാന്തരപ്പെട്ടു. ആ നബിയാണ് ഇന്ന് ഇസ്ലാമിനകത്ത് കിടന്ന് കറങ്ങുന്നത്. മനസ്സിലായി? നിങ്ങളത് ചിന്തിച്ചു നോക്കി. നമുക്കിത് സങ്കല്പിക്കാനായിട്ട് കഴിയും. നമുക്ക് ബൈബിളിൽ എത്രയോ പ്രവാചകന്മാരുണ്ട്, എത്രയോ വിശുദ്ധന്മാരുടെ ചരിത്രമാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരൊക്കെ ജീവിച്ചതും പ്രവർത്തിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഒക്കെ പലരെ കുറിച്ച് പറയുന്നുണ്ട്. ജോസഫിന്റെ അടക്കിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായം അവനെ ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുന്നത്. മരണവും അടക്കവും രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിന്റെ ഇങ്ങനെ ബൈബിളിൽ അറിയപ്പെടുന്ന വിശുദ്ധ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവരൊക്കെ മൺമറഞ്ഞു പോയതിനു ശേഷം ഇസ്രായേലിന്റെ തലക്കനം എന്ന നേതാവാണല്ലോ മോശ. മോശ കഴിഞ്ഞിട്ടേ ഉള്ളു അവരെ സംബന്ധിച്ച് ഒരു വലിയ പുരുഷൻ. കാരണം അവർ തന്നെ കർത്താവിനോട് പറഞ്ഞു, നീ മോശയേക്കാൾ വലിയവരാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണം നൽകിയത് മോശയാകും. അപ്പൊ മോശ എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനായിട്ട് ഇസ്രായേൽ മക്കൾ കണ്ടിരുന്നു. ഈ മോശ മരിച്ചതിന് ശേഷം മോശയുടെ ഒരു വിഗ്രഹം ഉണ്ടാക്കി ഇവർ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? മോശയുടെ ഒരു പ്രതിബിംബം ആ കാലഘട്ടത്തിൽ രൂപങ്ങൾ വരയ്ക്കുവാനും മനോഹരമായ കൊത്തുപണികൾ ചെയ്യുവാനുള്ള കഴിവുള്ളവർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അവർ പല സന്ദർഭങ്ങളിലായിട്ട് ദൈവവഴി വിട്ട് പോയിട്ടുണ്ടോ എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ പോലും അവരൊരിക്കലും വിശുദ്ധ പ്രവാചകന്മാരുടെ പ്രതിമ നിർമ്മിക്കുവാനോ അവരുടെ രൂപം ഉണ്ടാക്കി വെക്കുവാനോ അവർ തിരിഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പം ജീവിച്ചിരുന്ന ചരിത്ര പുരുഷന്മാരുടെ ആരുടെയും ഒരു പ്രതിമയോ ചിത്രമോ നിർമ്മിക്കാതെ സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹത്തെ വിശുദ്ധ ബൈബിളിൽ കാണുന്നുവെങ്കിൽ ഏതോ ക്ഷേത്രത്തിൽ കിടന്ന ഏതോ ക്ഷേത്രത്തിനകത്തുള്ള മ്ലേച്ഛ ബിംബത്തെ പുറത്തെടുത്തിട്ട് മുഹമ്മദ് ഒരു നബിത്വം അതിന് കൽപ്പിക്കുകയായിരുന്നു. അല്ല എന്ന് ഇവിടുത്തെ മുഹമ്മദീയരായ പണ്ഡിതന്മാർ പറയുന്നുവെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ അതിന് ഉത്തരം തരാത്തടത്തോളം കാലം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നടത്തിയതായ ഈ ബലികർമ്മം, ഈ ബക്രീദ് എന്ന് പറയുന്ന ഈ ചടങ്ങ്, ഈ ഈദ് എന്ന് പറയുന്ന ചടങ്ങ്, ഈ ബലിപ്പെരുന്നാൾ എന്ന് പറയുന്ന ഈ കാര്യം, ഈ മൃഗങ്ങളുടെ കൂട്ടക്കുരുതി, ഇതൊക്കെ തന്നെ അന്ധവിശ്വാസത്തിൽ നിന്നും ഉരുവിടുന്നതായ, അന്ധവിശ്വാസത്തിൽ നിന്നും പുറത്തു വന്നതായ ഒരു 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 ആചാരം മാത്രമാകുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടതായിട്ട് വരും. ഇല്ല എങ്കിൽ നിങ്ങൾ തെളിവ് നൽകണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കാബ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ്, കാബ ക്ഷേത്രത്തിൽ വിഗ്രഹമായി തീരുന്നതിന് മുമ്പുള്ള ഇബ്രാഹിമിന്റെ ചരിത്രം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കഴിയുമോ? ഒരിക്കലും നിങ്ങൾക്ക് കഴിയുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രവാചകനായ മുഹമ്മദ് കൊണ്ടുവന്നതായ ഈ കെട്ടുകഥ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ഉറക്കം കെടുത്തി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മുഹമ്മദീയരായിട്ടുള്ള ആളുകൾ ഇത് വെള്ളം തൊടാതെ വിഴുങ്ങി ഇതൊരു വലിയ സംഭവമാണെന്നുള്ള നിലയിൽ അവരിന്നും അത് ആചരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾ വസ്തുതകൾ തിരിച്ചറിയണം. ഒരു പ്രതിമയെ ചുറ്റിപ്പറ്റിയല്ല പ്രവാചകത്വത്തെ നിങ്ങൾ നിർമ്മിച്ചെടുക്കേണ്ടത്. മറിച്ച് ഒരു പ്രവാചകനായിരിക്കണം, അവനെ ദൈവമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അവൻ കണ്ട ക്ഷേത്രത്തിനകത്തിരുന്ന ബിംബമായിരിക്കരുത്. എന്തൊരു ഗതികേടെന്നോർത്ത്, എന്തൊരു കഷ്ടമെന്നോർത്ത്. ഇതുപോലെ ഗതികെട്ടി ഒരു മതം വേറെ എവിടെയെങ്കിലും ഉണ്ട്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന അങ്ങ് ഞെളിഞ്ഞു എന്നങ്ങ് പറയുക, ഞങ്ങള് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റുന്നവരാണ്. നിങ്ങൾ എന്തിനാണ് ഈ ചേലാകർമ്മം ചെയ്യുന്നത്? അതോ അത് ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റുന്നവരാണ്. ഇബ്രാഹിം നബി എവിടെയാണ് ജനിച്ചത്? ഇബ്രാഹിം നബി എവിടെയാണ് ജീവിച്ചത്? അതും അറിയുന്നു. ഇദ്ദേഹം എന്താണ് പ്രബോധിപ്പിച്ചത്? അതും അറിയുന്നില്ല. ഇദ്ദേഹം എവിടെയാണ് മരിച്ചത്? അതും അറിയുന്നില്ല.
എന്തിനു പറയുന്നു? ഈ മുഹമ്മദിന്റെ മരണം പോലും, മുഹമ്മദിന്റെ അടക്കം പോലും ക്രൈസ്തവ അപ്പോളസ്റ്റുകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി മുഹമ്മദ് എങ്ങനെയാണ് മരിച്ചത്, മുഹമ്മദ് എന്ന് മരിച്ചു, എന്ന് മുഹമ്മദ് അടക്കി, എന്നാണ് മുഹമ്മദിനെ അടക്കിയത് എന്നൊക്കെ ഇപ്പോഴാണ് മുസ്ലിങ്ങൾ പോലും മനസ്സിലാകുന്നത്. ഇതിനു മുമ്പ് മുസ്ലിങ്ങൾ പറയാറുണ്ടോ? മക്കത്തു നിന്ന് ഉദിച്ചു, മദീനയിൽ പോയി അസ്തമിച്ചു എന്നാണ് ഇവർ തള്ളിക്കൊണ്ടിരുന്നത്. ഞാൻ എത്രയോ പണ്ഡിതന്മാരുടെ പ്രഭാഷണം കേട്ടിരിക്കുന്നു. മക്കത്ത് നിന്ന് സൂര്യൻ ഉദിച്ചു, അതായത് മുഹമ്മദ് അവിടെ നിന്ന് ജനിച്ചു, മദീനയിൽ പോയി അസ്തമിച്ചു. എങ്ങനെയുണ്ട്? ഇത് കേൾക്കുന്ന പാവപ്പെട്ട മതവിശ്വാസികൾ അയ്യോ എത്ര വലിയ ശരിയാണെന്ന് വിചാരിച്ചു. എന്നാൽ എന്താ സംഭവം? ജൂത സ്ത്രീ ആട്ടിറച്ചിക്കകത്ത് വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു. ഇത് വിശ്വസിക്കാൻ കഴിയുമോ? ഇതൊരു പാവപ്പെട്ട മുസ്ലിം മതവിശ്വാസി ഇത് വിശ്വസിക്കുമോ? പാവപ്പെട്ടവൻ ഇത് കേൾക്കുമ്പോ തന്നെ അവന്റെ വിശ്വാസത്തിന് അടിത്തകളകത്തില്ലേ? എന്തുകൊണ്ട് അവനൊന്നും ഇത് മറച്ചു വെച്ച്? മുസ്ലിങ്ങളിൽപ്പെട്ടവർ 90% ആളുകൾക്കും മുഹമ്മദിന്റെ മരണം എങ്ങനെ നടന്നു എന്നുള്ള വസ്തുത അറിയുന്നില്ല. സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ യുക്തിവാദികളും അപ്പോളസ്റ്റുകളും ഒക്കെ തലങ്ങനെയും വിലങ്ങനെയും നിന്ന് മുഹമ്മദിന്റെ മരണത്തെക്കുറിച്ചും മരിച്ചു കിടന്ന സ്ഥലത്തെക്കുറിച്ചും കിടന്നിടത്ത് തന്നെ അടക്കിയതിനെ കുറിച്ചും ചീഞ്ഞു നാറിയതിനെ കുറിച്ച് ഇവരുടെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ തന്നെ കൃത്യമായി വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ബോധോദയം ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇവർ ഈ വസ്തുത മറച്ചു വെച്ചിട്ടാണ് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ഇവർ ആക്ഷേപിച്ചത്. ഇവരുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച തഫ്സീറിലൊക്കെ കർത്താവിന്റെ കുരിശുമരണത്തെ എത്ര നിന്ദിച്ച ഇവർ എഴുതി വെച്ചിരിക്കുന്നു. ഓ, ഈസയെ കുരിശിച്ചു, അതായത് യേശുവിനെ കുരിശിച്ചു എന്ന് പറയുന്നവർ ഈസയെ കുറിച്ച്, യേശുവിനെ കുറിച്ചിച്ചു, അവന് ചെള്ളക്കടിച്ചു, രോഗം പിടിച്ചു, വലിച്ചു പറിച്ചു, പുറമെല്ലാം പൊട്ടിപ്പിളർന്നു. ഇങ്ങനെയൊക്കെ മരിക്കേണ്ട രീതിയിൽ മരിക്കത്തക്ക വിധത്തിൽ ഒരു ദൈവം അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. ഇത് കൂടിയ ഗതികെട്ട മരണം വേറെ എവിടെയുണ്ടെന്ന് ഈ പണ്ഡിതന്മാർ തഫ്സീറിൽ എഴുതി വെച്ചിരിക്കുന്നു. സ്വന്തം പ്രവാചകന്റെ മരണത്തെ മൂടി വെച്ചിട്ട്, ആ ദുരിതപൂരിതമായ മരണത്തെ മറച്ചു വെച്ചിട്ട് കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എവിടെ നിന്ന് ധൈര്യം ലഭിച്ച സുഹൃത്തുക്കളെ? എന്നാൽ ഞങ്ങളുടെ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ വരവിനെ കുറിച്ചും തന്റെ ജനനത്തെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ പ്രവർത്തനത്തെക്കുറിച്ചും തന്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരോട് പ്രവചിച്ചിരുന്നു. അതിന്റെ നിവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും അടക്കവും പുനരുത്ഥാനവും. അതിൽ അതിശക്തിക്ക് കഥയില്ല. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ പദ്ധതിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. മാത്രമല്ല മരിച്ചു അടക്കപ്പെടുകയല്ലായിരുന്നു, പിന്നെയോ കല്ലറയുടെ കവാടത്തിൽ കൊണ്ടുവന്നൊരു വലിയ ശിലാപ്രതിമ, ഒരു വലിയ ശിലാഫലകം കൊണ്ടുവന്ന് വെച്ചു, ഒരു വലിയ മാല ഉരുട്ടിക്കൊണ്ടു വെച്ചു. എന്താ കാരണമേ? ക്രിസ്തു ജീവനോട് ഇരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളോ എന്നെ ക്രൂശിക്കും, ഞാനോ 3-ാം നാൾ വിടുത്താനും ചെയ്യും. ഇത് കേട്ട് യഹൂദന്മാർ പിലാത്തോസിനോട് എന്ന് വെച്ചാൽ, പിലാത്തോസ് അങ്ങൊരു കാര്യം ചെയ്യണം. ഈ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു. മരിക്കും, മരിച്ചടക്കപ്പെടുന്ന 3-ാം നാൾ വിടുത്താനും ചെയ്യുമെന്നുള്ളതായ ഇവന്റെ പ്രസ്താവന ഞങ്ങൾ ഇപ്പോഴും ഓർക്കും. അതുകൊണ്ട് ഉയർക്കാതിരിക്കാനായിട്ട് കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തണം. പിലാത്തോസ് പറഞ്ഞുകൊണ്ട് ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെല്ലാവരും പോയി കല്ലറയ്ക്ക് കാവലേർപ്പെടുത്തുമെന്ന് പറഞ്ഞ് അങ്ങനെ അടക്കപ്പെട്ട അരിമത്യായിലെ ജോസഫിന്റെ കല്ലറയിൽ വെച്ച് യേശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുകളിൽ റോമൻ സൈന്യ വിന്യാസം നടത്തിയിരിക്കുന്നു. നാടുവാഴിയ പിലാത്തോസ് അതേ സൈന്യത്തെ അയച്ച് ആയുധങ്ങളുമായി കല്ലറയുടെ മുകളിൽ നിൽക്കുന്നു. ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടോ മരിച്ചടക്കപ്പെട്ട ഒരുവന്റെ കല്ലറയുടെ മുകളിൽ സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുക, കാവലേർപ്പെടുത്തിയിരിക്കുക? എന്തിനാ? ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനായിട്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അനശ്വര യേശു ക്രിസ്തുവിന്റെ കല്ലറയുടെ മുകളിൽ മാത്രമാണ്. അല്ലാതുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചു, അല്ലാതുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് തട്ടി, അവിടെ കിടന്ന് അഴുകി എഴുതിട്ട് പോയി, അവിടെ കിടന്ന് അഴുകി നശിച്ചു പോയി. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരത്തെ സംബന്ധിച്ച് യഹൂദന്മാർ ഭയപ്പെടുന്നു, റോമൻ ഭരണാധികാരികൾ പേടിക്കുന്നു. ഇവൻ എഴുന്നേറ്റ് വരും, ഇവൻ ഉയർത്തും. എന്നാൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് അതേ കല്ലറയുടെ മുകളിൽ വെച്ചിരുന്ന മഹാശില പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന്റെ പ്രതീകമായ ഇമ്പീരിയൽ മുദ്രയെയും കരങ്ങളിൽ ആയുധവുമേന്തി കണ്ണുകളിൽ ജാഗ്രതയുമായി കല്ലറയ്ക്ക് ചുറ്റും കാവൽ നിൽക്കുന്ന റോമൻ സൈനിക വ്യൂഹത്തെയും മരണത്തിന്റെ കരുത്തേറിയ കരങ്ങളെയും പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ന്യായപ്രമാണ വിധിയെയും പ്രകൃതിയുടെ സകല നിയമങ്ങളെയും അമ്പേ പരാജയപ്പെടുത്തിക്കൊണ്ട്
താൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും യഹൂദ ജനതയുടെ ചിരകാല പ്രതീക്ഷിത മശിഹയും സർവാധികാരമുള്ള കർത്താവും സർവരുടെ രക്ഷകനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മൂന്നാം നാൾ സ്വശരീരനാൽ ഉയർത്തെഴുന്നേറ്റു. ദൃക്സാക്ഷികൾ വിളിച്ചു പറയുന്നു, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എത്ര മനോഹരമായ സന്ദേശം! അതുകൊണ്ട് ക്രൈസ്തവനായ ഞങ്ങളെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ബലിയെ കുറിച്ചും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ കുറിച്ചും നിങ്ങൾ ആക്ഷേപിച്ചാൽ ഞങ്ങൾക്കത് അഭിമാനമാണ്. പക്ഷേ മുഹമ്മദ് മരിച്ചതിനെ കുറിച്ച് ഞങ്ങളോടത് വായിക്കട്ടെ. അയ്യോ ഓടിവായോ, അഭിനന്ദനം നടത്തുന്നേ, ഞങ്ങളുടെ പ്രവാചകനെ നിന്ദിച്ചാൽ നിങ്ങൾ കാറിക്കൂപത്തില്ലേ. ഇപ്പൊ നിവൃത്തിയോട് കൊണ്ട് നിങ്ങൾ അനങ്ങുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നതായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതായ മരണം, ഇത്തരത്തിലുള്ളതായ ഒരു പെടുമരണം, ഒരു ദുരന്ത മരണം നിങ്ങളുടെ പ്രവാചകന് സംഭവിച്ചു എന്ന വസ്തുത പോലും നിങ്ങൾ അറിഞ്ഞത് ഞങ്ങളിൽ നിന്നാണ്. ഞങ്ങള് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ പറഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞു, ഇവിടുത്തെ യുക്തിവാദികൾ അറിഞ്ഞ് അവരിപ്പം പ്രസംഗിക്കാൻ തുടങ്ങി. അവരുടെ പ്രഭാഷണത്തിലും മുഹമ്മദ് മരിച്ചതിനെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ഇതാണ് വസ്തുത. ഇതുപോലെ തന്നെയാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ബിംബമാണ്. ആ ബിംബത്തെ നിങ്ങൾ പുറത്തേക്കെടുത്ത്, മുഹമ്മദ് എന്ന് പറയുന്ന നിങ്ങളുടെ റസൂല് പുറത്തേക്കെടുത്ത് ഒരു നബിയാക്കി പരിവർത്തനം വരുത്തി ഈ അറിവുകൾ ഇട്ടുകൊടുത്ത് അവരെ വിശ്വസിച്ച് പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കെട്ടുകഥ എങ്ങനെയാ തുടങ്ങി. 80-ാമത്തെ വയസ്സിൽ കോടാലിണ്ടാൻ. അയ്യോ, ഇബ്രാഹിം നബി ജലാകർമ്മം ചെയ്തത് എങ്ങനെയുണ്ട്? ഇത് ഈ മണ്ടത്തരം വിശ്വസിക്കുവാൻ കഴിയുന്നതായ മാനസിക നിലവാരമേ അറബികൾക്കുണ്ടായിരുന്നുള്ളൂ. തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ മുഹമ്മദ് അന്ന് ഈ പ്രവാചകത്വം അവസാനിപ്പിച്ചത് അതെങ്ങനെയാണ്? മുഹമ്മദ് എങ്ങനെയാണ് റസൂലെ ഈ 80-ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് സാധനം വെട്ടുമുറി? ഇതെന്താ വല്ല റബ്ബർ വല്ലോ ആണോ, അതോ വല്ല മരത്തടി വല്ലോ ആണോ ഇങ്ങനെ വെട്ടുമുറിക്കാനായിട്ട്? ഒരു മനുഷ്യൻ ചോദിക്കുന്നില്ല. വീണ്ടും ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ എന്തിനാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് സ്ത്രീകളെ ചെയ്യുന്നത്? 80-ാമത്തെ വയസ്സ് വരെ കാത്തിരുന്നത് ചെയ്താൽ പോരെ? എത്രയോ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷെ അറബികളെ സംബന്ധിച്ച് അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നവരല്ല, എന്ത് പറയുന്നുവോ അതെല്ലാം തൊണ്ടതൊടാതെ വിഴുങ്ങുന്നവരായിരുന്നു. അങ്ങനെ വിഴുങ്ങിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഒരു ഇബ്രാഹിം നബി ഉണ്ടാകാനും ഒരു യാഗം നടക്കാനും ഒരു ബക്രീദ് ഉണ്ടാകാനും കാരണം. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ വ്യർത്ഥമായ ആരാധന, ഈ വ്യാജമായ ആരാധന വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ വരുവാനായിട്ട് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ഇബ്രാഹിം നബിയും ഈ ഇസ്മായിൽ നബിയും രണ്ട് ബിംബങ്ങളാകുന്നു. ബുഖാരി 784-ാമത്തെ ഹദീസിലാണ് രേഖപ്പെടുന്നത്. ഞങ്ങളുടെ ആരോപണമല്ല, ഞങ്ങളുടെ ആക്ഷേപമല്ല, ഇത് ബുഖാരി എഴുതി വെച്ചിരിക്കുന്നതാണ്. ക്ഷേത്രത്തിനകത്തെ ഉസയെയും ലാത്തയെയും മനാത്തയും പോലെ, പിന്നെ നൈലത്ത് ഉണ്ട്, അസാബുണ്ട്, ബുദ്ധ്, സുവാദി, യവൂക്ക്, യവൂസ് തുടങ്ങിയ ഒരു വലിയ കൂട്ടം ദൈവങ്ങളുടെ പ്രതിമകളുണ്ട്. അവയിൽപ്പെട്ട രണ്ട് പ്രതിമകളാണിത്. ഈ പ്രതിമകളെയാണ് മുഹമ്മദ് നവീകരിച്ച് പ്രവാചകനാക്കിയത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കാറുണ്ട്. ഞാനത് പറയുന്നില്ല, നമുക്ക് പലർക്കും അറിയാം. ചില ഇടങ്ങളിലൊക്കെ പെട്ടെന്ന് ചില ആരാധനാലയങ്ങൾ ഉണ്ടാകുക, ആ ആരാധനകളെ ചുറ്റിപ്പറ്റി ഒരു ദേവൻ ഉണ്ടാകുക, ഒരു ദേവി ഉണ്ടാകുക, അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു 10-25 വർഷത്തിനുള്ളിൽ പ്രസിദ്ധമായി തീർന്ന പല ആരാധനാലയങ്ങളും നമ്മുടെ കേരള മണ്ണിലുണ്ട്. ഇങ്ങനെ നിത്തിൽ നിന്നുണ്ടാകുന്നു. പണ്ട് അവിടെ ഉണ്ടായിരുന്നു, പുള്ളി അവിടെ പണ്ട് ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥകൾ ആളുകളോട് പറയും. ആളുകൾക്ക് എന്തെങ്കിലും കേട്ടാൽ മതിയല്ലോ, എന്തെങ്കിലും കേട്ടാൽ മതി. ഇത് തന്നെയാണ് സംഭവിച്ചത്. അല്ലാതെ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനല്ല. അങ്ങനെ ഒരു പുരുഷൻ ജീവിച്ചതായിട്ടോ ജനിച്ചതായിട്ടോ മരിച്ചതായിട്ടോ അടക്കപ്പെട്ടതായിട്ടോ ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങും തന്നെ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ഗൂഢവിശ്വാസമാണെന്നും ഞങ്ങളുടെ ഈ ഗ്ലബോസ് ചർച്ചയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഇത് വെറും പൊള്ളയായ വിശ്വാസമാണെന്നും അല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ലെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പൊള്ളയായ വിശ്വാസത്തെ ഉപേക്ഷിച്ചിട്ട് ഈ വിഗ്രഹ പ്രതിമയുടെ പിന്നാലെ പോകാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരിലേക്കും വിശുദ്ധന്മാരിലേക്കും നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യണം. ബൈബിളിലെങ്ങും തന്നെ ആദം മുതൽ മുന്നോട്ട് വന്ന മലാക്കി വരെയുള്ളതായ എത്രയോ ആളുകൾ ജീവിച്ചു മരിച്ചു പ്രവർത്തിച്ചിരുന്നു. അവരുടെ ആരുടെയും പ്രതിമ നിർമ്മിക്കാനോ ആ പ്രതിമ നിർമ്മിച്ച് ഏതെങ്കിലും കൂടാരത്തിൽ വെച്ച് പൂജ ചെയ്യാനൊന്നും ഇസ്രായേൽ മക്കൾ ഒരുപെട്ടിട്ടില്ല. അത് പാവമാണ്, തിന്മയാണെന്ന് അവർക്കറിയാം.
പക്ഷെ ഇവിടെ ഇതാ ഏതോ ക്ഷേത്രത്തിൽ കിടന്ന ഒരു സാധനത്തെ വലിച്ചെടുത്തുള്ളത് മുഹമ്മദ് നബിയാക്കി. ആളുകളെല്ലാം ഇവിടെ അഭ്യസ്തവിദ്യരായ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെല്ലാം അത് ആഘോഷിക്കുക. ബക്രീദ് ബക്രീദ്, എന്തോന്ന് ഈദ്, എന്തോന്ന് ഈദായത്. ഇതിന്റെ ചരിത്രപരത ഇന്ന് ഈ ഖുറൈശികൾ ആരെങ്കിലും ഈ മിഡിൽ ഈസ്റ്റ് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അവരിൽപ്പെട്ടവരിൽ നമുക്ക് ഇതിന്റെ വസ്തുത അറിയാം. പക്ഷെ മുഹമ്മദ് എല്ലാവരും തീർത്തില്ലേ? ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും ഈ ക്ഷേത്രത്തിലെ പ്രാചീനകാല ആരാധനയെ സംബന്ധിച്ച് അറിയാവുന്നവരുമായ ആളുകളുടെ പൂർവികർ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരും നമുക്ക് ചരിത്രം അറിയാമായിരുന്നു. അതല്ല എങ്കിൽ ഗവേഷണം നടത്തുവാനുള്ള ഗവേഷകനെ ഈ സൗദി ഈ കാബ ക്ഷേത്രത്തിലേക്ക് അയച്ച ശക്തന്മാരായ ഗവേഷകരുണ്ട്. അവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കും ഈ വിഗ്രഹം എന്നവിടെ കയറി, എവിടെ നിന്നാണ് എടുത്തുകൊണ്ട് വന്നത്, ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതായ ചരിത്രപരത അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് കഴിയും. പക്ഷെ അവിടേക്ക് ആരെ അടുപ്പിക്കത്തില്ലല്ലോ. മുഹമ്മദീയരെ അല്ലാതെ മറ്റാരെയും കാലത്ത് കയറ്റു. കാരണം കയറിയ എന്താണ്? ഇസ്ലാമിന്റെ വിശ്വാസത്തിന് അടിത്തറ പൊളിഞ്ഞു പോകുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് മറ്റിതര മതവിശ്വാസികൾക്ക് പ്രവേശനമില്ല എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കാര്യമാണ്, നമ്മൾ തന്നെ നോക്കിക്കോളാം. നിങ്ങൾ നോക്കിക്കോ. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ പറയാം, പരസ്യമായിട്ട് ബക്രീദ് ഞങ്ങൾക്ക് ആശംസിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും. ഇന്ന് പകലിൽ ഞങ്ങളുടെ റൂമിൽ വന്ന 1-2 സുഹൃത്തുക്കളോട് ഞങ്ങളുടെ സഹോദരന്മാർ ചോദിച്ച്, എന്താണ് ഈ ബക്രീദ്, എന്താണ് ഈ ബലിപ്പെരുന്നാളിന്റെ അർത്ഥം എന്ന് ചോദിച്ചിട്ട് വേറെ പല കാര്യങ്ങളാ പറയുന്നത്. അവര് അങ്കമാലി എറണാകുളം പള്ളികളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വേറെ ഏതാണ്ടൊക്കെയാ പറയുന്നത്. ഇവർക്കിത് പറയാൻ അറിയത്തില്ല. ആരെങ്കിലും ഇബ്രാഹിം നബി ഇസ്മായിലിനെ ബലിയർപ്പിച്ചതിന്റെ സ്മരണയാണ്, അതിന്റെ ഓർമ്മയാണ് ബലിപ്പെരുന്നാളെന്ന് പറഞ്ഞാൽ ചാടി വീഴുമെന്ന് അവർക്കറിയാം. ഉടനെ നമ്മുടെ സഹോദരന്മാരെ ആയത്തി ചോദിക്കും, എവിടെയാണ് അതിന് തെളിവ്? ഇവൻ അറിയത്തില്ല, ഇവൻ ഉണ്ട പിടിക്കുന്നത് പോലെ നിൽക്കും. മനസ്സിലായോ? ഗതികേട് കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, വിടുക ഇത്. നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം ചരിത്രപരത ഉണ്ടായിരിക്കണം. നോക്കൂ, ഞങ്ങളുടെ വിശ്വാസം എത്ര കൃത്യമാണ്, ഞങ്ങളുടെ വിശ്വാസം എത്ര അടിയുറച്ചതാണ്, എത്രയോ അതേ പാറകൾ ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ് ക്രൈസ്തവർക്കുള്ളത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യാവതാരം യേശുക്രിസ്തുവിന്റെ ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം ഒക്കെ ചരിത്രപരതയായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിന് പുറത്തും ഉള്ള ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വസിക്കാൻ കൊള്ളാവുന്നതും അംഗീകരിക്കാൻ യോഗ്യവുമായ ആ വിശ്വാസധാരയിലേക്ക് ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ പൊള്ളയായ വിശ്വാസത്തെ കുടഞ്ഞെറിയുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങൾ അതിനായി സഹായിക്കുമാറാകട്ടെ.